ഇതാ നല്ല പഴുത്ത മാങ്ങ ഇട്ടിട്ടുണ്ട്. ഇതിനെ നമുക്ക് പുഴുങ്ങി ഉപ്പിലിടാം. നല്ല ടേസ്റ്റാണ്. എന്നാൽ നമുക്ക് നോക്കാം. ഇതാ ഇവിടുത്തെ ഇതില്ലേ മേൽഭാഗത്തെ അത് മുറിച്ച് കളഞ്ഞിട്ട് ജസ്റ്റ് ഇങ്ങനെ വര ഇട്ട് കൊടുക്കാം. ഇങ്ങനെ രണ്ട് സൈഡിൽ ഇങ്ങനെ ഓരോ വര ഇട്ട് കൊടുക്കണം കേട്ടോ. ഇതാ അങ്ങനെ എല്ലാം വരഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പുഴുങ്ങാൻ വയ്ക്കാം. ഇതാ നമ്മുടെ മാങ്ങയൊക്കെ കഴുകി വൃത്തിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുഴുങ്ങാനായിട്ട് വയ്ക്കാം. ഇനി കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വയ്ക്കാവേ. ഇത്ര മതിയാവും. നമുക്ക് അടുപ്പിലോട്ട് വയ്ക്കാം. എന്താ അപ്പോഴേ നമ്മളത് അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട്. ഇനി ഇത് വേവട്ടെ. അപ്പോൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാവേ. മാങ്ങയിൽ പിടിക്കേണ്ട ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കണേ. പിന്നെ ഇനി നിങ്ങൾക്ക് എരിവിന് ആവശ്യമുള്ള പച്ചമുളക് ചേർത്ത് കൊടുക്കുക. ഇതിൽ ഉപ്പൊക്കെ പിടിക്കാൻ വേണ്ടിയിട്ട് 2-3 ദിവസം കാത്തിരുന്ന് കഴിക്കാൻ വേണ്ടി കൊതിച്ചൊന്നും ഇരിക്കേണ്ടി വരത്തില്ല. ഇതാ നമ്മുടെ മാങ്ങ കഴിക്കാൻ റെഡി ആയിട്ട് ഇവിടെ ഇരിപ്പുണ്ട്. ഇനി നമുക്കിത് കഴിച്ച് നോക്കാം എങ്ങനെയുണ്ടെന്ന്. ഓക്കെ. എനിക്ക് ഈ മാങ്ങ നെല്ലിക്ക ഇതൊന്നും ഉപ്പിലിട്ട് കഴിക്കുന്നതിനോടൊന്നും വലിയ താല്പര്യമില്ല. കാരണം എൻ്റെ ഉപ്പയ്ക്ക് ഇതായിരുന്നു കച്ചവടം. അതുകൊണ്ട് എനിക്ക് കണ്ട് ആ ഒരു ഇതാണ്. പിന്നെ കഴിക്കുന്നതിനോട് അത്ര വലിയ താല്പര്യമൊന്നുമില്ല. പിന്നെ ഇടയ്ക്ക് ഇതുപോലെ പഴുത്ത മാങ്ങ കിട്ടുവാണെങ്കിൽ ഇതുപോലെ അവിച്ച് കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അതൊരു വെറൈറ്റി ടേസ്റ്റ്. ആ മാങ്ങയുടെ മധുരവും ചെറിയ പുളിയും ആ ഉപ്പും എരിവും ഇതെല്ലാം കൂടി ചേർന്ന് വരുമ്പോഴത്തേക്ക് നല്ല ഒരു എന്താ പറയുക, നല്ല ടേസ്റ്റാണ്. അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. അത് കഴിക്കുമ്പോൾ കഴിച്ച് തന്നെ അത് ആസ്വദിക്കണം. അത്രയ്ക്കും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ അത്. എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.